ഹലോ, ഗുഡ് നൈറ്റ്. കാരണം എന്താണെന്നറിയോ, ഇത് ഞാൻ രാത്രി 12 മണിക്ക് എടുക്കുന്ന വീഡിയോ ആണ്. പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി 12 മണിയായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വിശപ്പ്, അപ്പോൾ ഒരു റെസിപ്പി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന, എന്നാൽ ഇപ്പോൾ അത്ര ട്രെൻഡിങ് അല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ ആരും ചെയ്യുന്ന അങ്ങനെ വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരു ടൈമിൽ ഇത് ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ട്രോബെറി ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടുള്ളൊരു, ഇത് റെസിപ്പി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു 2 ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോസൊക്കെ അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വീഡിയോയും കൂടെ വരും കേട്ടോ. എന്തായാലും സമയം 12 മണിയാണ്. ഈ 12 മണി, 1 മണി, 2 മണിക്കൊക്കെ ഇതുപോലുള്ള ഓരോ സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഒരു ക്രേവിങ് അനുസരിച്ച് ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അതൊരു ഭയങ്കര ഫീല് തന്നെയാണ് അല്ലേ. എനിക്ക് ഈ വക കാര്യങ്ങളോടൊക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആട്ടോ. അപ്പോൾ കിട്ടിയ സ്ട്രോബെറി അത്ര നല്ലതല്ലായിരുന്നെങ്കിലും പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറി അത്രയുമേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ ഉള്ള സ്ട്രോബെറി വെച്ചിട്ട് ഞാനിതങ്ങ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി സാധനമാണ്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് തന്നെയാണ്. ആ സ്ട്രോബെറിയുടെ ചെറിയൊരു പുളിയും അതുപോലെ ഡയറി മിൽക്കിൻ്റെ നല്ല സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.